guys, welcome to my Christmas tree setup vlog for 2025. So finally it's Christmas season, right? One of my favorite season of the year എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹോം അലോൺ മൂവി നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിലുള്ള ഒരു വിൻറ്റേജ് സ്റ്റൈൽ അങ്ങനെയുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീംസ് എന്ന് പറയുന്നത്. നക്ഷത്രമൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ ഡ്രസ്സിൽ വന്നിരിക്കുന്നത് ഇത് നേരെ മുംബൈയിൽ പോയിട്ട് വന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. സോ വെൽക്കം ടു മൈ ക്രിസ്മസ് ട്രീ വ്ലോഗ്. ഐ എം സോ എക്സൈറ്റഡ്. ഐ ഡോണ്ട് നോ, ഇറ്റ് മേ ബി നൈസ്. സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല അടിപൊളി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനുള്ള മൊത്തത്തിലുള്ള ഡെക്കറേറ്റീവ് സെറ്റുകളൊക്കെ. ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഷോപ്പിലേക്ക് നോക്കുന്ന പോലെയാണ്. ഈ ഒരു പ്രാവശ്യത്തെ ക്രിസ്മസ് എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആക്കി മൊത്തത്തിലൊന്നും മറക്കാനാവാത്ത ഒരു മെമ്മറി ആക്കി മാറ്റിയെടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ കണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ സെറ്റപ്പ് ചെയ്തിട്ട് കാണാം അല്ലേ. ബൈ. ഹലോ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചു വന്നു കേട്ടോ. സോ മുംബൈയിൽ പോയിട്ട് വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു സാധനം ദേ ഇത് സാന്താക്ലോസ് ആണ്. പ്ലേ ചെയ്ത് കാണിക്കാം. 1 സെക്കൻഡ്. എങ്ങനെയുണ്ട് അപ്പൂപ്പൻ? ഈ ട്രീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ട് വൈബുള്ള സാധനം. ഇത് എൻ്റെ പഴയ ക്രിസ്മസിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളാണ്. പഴയ ക്രിസ്മസിൽ വാങ്ങിയ സാധനങ്ങളാണ്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ അപ്പൂപ്പനുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്പൂപ്പൻ. വൈറ്റ് ബോൾസ് ആണ്. എൻ്റെ ഒരു നക്ഷത്രം ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ല. Some people welcome Christmas with decorations, some with prayers, and others welcome it simply with their hearts. ഈ ഹോം അലോൺ മൂവി കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബും ഫീലും ഒക്കെ ഇല്ലേ, അതൊന്നും എൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയിരുന്നില്ല കേട്ടോ. എന്നാലും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഗതിയുണ്ട്. അതായത് നട്ടപ്പാത്രയ്ക്ക് കരോള് വരുന്നതിന് മുമ്പ് എൻ്റെ ചേച്ചിയും പപ്പയും കൂടെ ഒരു കുഞ്ഞു പുൽക്കൂടും വാംലൈറ്റും ഒക്കെ വീടിന് ഫ്രണ്ടിലായിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട്. അന്ന് അതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, വലുതാവുമ്പോൾ ഞാനും ഇതുപോലെ ഒരു പുൽക്കൂടും വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ആക്കുമെന്ന്. ആൻഡ് ബിലീവ് മീ, ഈ ക്രിസ്മസിന് എന്നെ കൊണ്ട് അതിനൊക്കെ സാധിച്ചു. ആൻഡ് ക്രിസ്മസ് ആഘോഷിക്കണമെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിസ്മസും വിഷുവും ഓണം ഒക്കെ ആഘോഷിക്കാൻ പറ്റും. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിലും അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കണം. അതിൽ നമുക്ക് ലൈഫിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യാതെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. എന്തായാലും ലൈഫിലൊരു ഘട്ടം എത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ പഠിപ്പിക്കും. സോ നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കുള്ള ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്രിസ്മസിന്റെ ഡെക്കറേഷൻസ് ഒക്കെ പുറത്തു പോയിട്ട്, അതായത് അബ്രോഡ് പോയിട്ട് വാങ്ങണം, കാണണം. അതൊക്കെയാണ്. ഈ ഒരു ഇയർ അല്ലെങ്കിൽ അടുത്ത ഇയർ അല്ലെങ്കിൽ അതിനപ്പുറത്തെ ഇയർ, ഏതെങ്കിലുമൊക്കെ ഒരു ഇയറിൽ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ലിവിംഗ് റൂം ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ വീട്ടിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ലിവിംഗ് റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും അത് നമ്മൾ ഒരേ സ്റ്റൈൽ തന്നെ എപ്പോഴും കണ്ട് അത് യൂസ്ഡ് ആയി നമുക്ക് പയ്യെ അത് മടുക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തോന്നും വി ആർ സംവെയർ ഇൻ എ ന്യൂ പ്ലേസ്. ഈ ഒരു വീഡിയോ തന്നെ രാത്രിയും പകലൊക്കെ മാറി മാറി വരുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു ചെയ്യാൻ. കാണുന്ന പോലെ എന്തായാലും നമുക്ക് വേണ്ടി തന്നെയാണല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു ഹാപ്പിനെസ് ഒക്കെ ഫീൽ ചെയ്തു. ആ ഒരു ഹാപ്പിനെസിന് പുറത്ത് വേഗം സംഭവങ്ങളൊക്കെ റെഡിയാക്കി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ എല്ലാം സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബാക്കിൽ. ദിസ് ഈസ് സോ സാറ്റിസ്ഫൈങ്. ഇതിങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് സീയിങ് ഇറ്റ് ഓൾ, ദ വ്യൂ ഈസ് അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. This is my most favorite part of setting up the Christmas tree. Like ഒരു സന്തോഷമാണ്. അപ്പം വെൽക്കം ഓൾ. നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡോറിൽ നിന്നാണ്. വീടിനുള്ളിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ട്രീ മാത്രമല്ല നമ്മൾ ഇപ്രാവശ്യം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോം അലോൺ മൂവിയിലുള്ള പോലെ തന്നെ ഒരു വിന്റേജ് വാം സ്റ്റൈലൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അതൊരു ഫെയറി ടെയിൽ പോലെയല്ലേ. സ്നോസും ഗിഫ്റ്റും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫെയറി വേൾഡ്. ഇതിൽ പലരും പലപ്പോഴായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഈ സാന്താക്ലോസ് ഈസ് റിയൽ ഓർ ജസ്റ്റ് എ സ്റ്റോറി? സാന്താക്ലോസ് ശരിക്കും ഉള്ളതാണോ? ഞാനും പലപ്പോഴും അതൊക്കെ ചിന്തിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നീടാണ് എനിക്കതിനൊരു ഉത്തരം കിട്ടിയത്. സത്യം പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു സ്റ്റോറി മാത്രമല്ല, അതൊരു ഇമോഷൻസ് കൂടിയാണ്. നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതും അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള മനസ്സുണ്ടല്ലോ, അതാണ് യഥാർത്ഥ സാന്താക്ലോസ് എന്ന് പറയുന്നത്. വെദർ ഹീസ് എ പേഴ്സൺ ഓർ എ മിത്ത്, the spirit of Santa lives in all of us.
when we choose to be kind. So let's keep the magic alive. ഗൈസ്, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സോ അതിന് മുമ്പ്, വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു സോങ് പാടാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങാണ്. എനിക്ക് വലിയ പാട്ടൊന്നും അറിയില്ല, എനിക്ക് ജസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ്. രാജാതിരാജനേ, എൻ്റെ മാർഗദീപമേ, എൻ ജീവധാരയിൽ ചൈതന്യമാകണേ. If you like this video, please do like and comment. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്നേഹം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ബൈ ബൈ.